കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബിൽ പിൻവലിക്കണമെന്ന ആവശ്യവുമായി കർണാടക. ബില്ല് ഭരണഘടനാ വിരുദ്ധവും കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശങ്ങൾ തകർക്കുന്നതും ആണെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആരോപിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് ഇത്തരം നീക്കം പ്രതീക്ഷിച്ചില്ലെന്നും സിദ്ധരാമയ്യ. കെ.ബി. ശ്രീധരൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. സിദ്ധരാമയ്യ ഇത്തരത്തിലൊരു കാര്യം പരാമർശിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ജില്ലയാണ് കാസർഗോഡ്. എല്ലാവർക്കും ബാധകമാണ് മലയാളം. ഈ അതിർത്തി ജില്ലകളിൽ പലപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള ഭാഗങ്ങളിൽ അതിർത്തി പങ്കിടുന്നത് തമിഴ്നാടുമായാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയും ഇതുമായി ബന്ധപ്പെട്ട് തമിഴ് കലർന്ന മലയാളവും തമിഴും സംസാരിക്കുന്നവരും ഉപയോഗിക്കുന്നവരും ഉണ്ട്. എല്ലാവർക്കും ഇത് ബാധകമായാൽ ഈ ബില്ല് തന്നെ പ്രസക്തമല്ലാതാവില്ലേ? പ്രാഥമിക തലം മുതൽ മലയാളം നിർബന്ധമായി പഠിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു നീക്കമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം വരുന്നത്. ഇത് ഭാഷാ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് കാസർഗോഡ് പോലുള്ള പ്രദേശങ്ങളിൽ നിരവധി ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതിൽ കന്നഡ ഭാഷ, തുളു ഭാഷയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നേരെയുള്ള, അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായാണ് കർണാടക സർക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളൊരാവശ്യം കർണാടക മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കന്നഡ ഭാഷാ സംഘടനകൾ കേരള ഗവർണറെ കണ്ട് ഈ ബില്ലിൽ ഒപ്പുവെക്കരുത് എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും കർണാടക സർക്കാർ ഔദ്യോഗികമായി തന്നെ ഇതിനെതിരെയുള്ള എതിർപ്പ് കേരള സർക്കാരിനെ അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. ഈ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് ശരിയല്ല എന്നും കർണാടക സർക്കാർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ വ്യക്തമാക്കുന്നുണ്ട്.